ഞാനും പോലീസായാലും ഫോറസ്റ്റ് ആയാലും നിങ്ങളായാലും അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ആളുകളെ മാറ്റുക. എല്ലാവരും വളരെ അത്യാവശ്യമുള്ള കൈകാര്യം ചെയ്യേണ്ട 6 RT ഡോക്ടർമാർ, അത് മാത്രമേ നമ്മൾ എവിടെയായാലും പ്രൊസീജിയർ പാലിക്കാറുള്ളൂ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞങ്ങളെല്ലാവരും മാറും. ഡോക്ടർമാർ വരും, കുറച്ച് ഡോക്ടർമാരെത്തും. ഒരാൾ കണ്ണൂരിന്നും ഒരാൾ മാനന്തവാടി, ഓരോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മരുന്ന്. നമ്മളതിനെ മയക്കൂടി വെച്ച് കൊണ്ടുപോകും. അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഇത് നിങ്ങളുടെ പ്രശ്നം നമുക്ക് മനസ്സിലായി. നേരത്തെ മുതലേ പ്രസിഡൻറ്റും MLA പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ നമ്മളത് കൂടുവെച്ച് പിടിക്കാനുള്ള ഇന്നിപ്പോൾ കമ്മിറ്റി രൂപപ്പെടുത്തി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ എന്തായാലും ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ മയക്കൂടി വെച്ച് കൊണ്ടുപോകും. അത് ഉറപ്പ് തരാം. അപ്പോൾ എല്ലാവരും സഹകരിക്കും, എല്ലാവരും പിരിഞ്ഞു പോവുക. ഞങ്ങളെല്ലാവരും മാറിപ്പോകണം, ഞങ്ങളിവിടെ നിൽക്കുന്നില്ല. ഇനി ഡോക്ടേഴ്സ് വന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഡോക്ടർമാർ എത്ര മണി? അല്ല, നമുക്കിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അതിനുള്ളൊരു സംവിധാനം ഇല്ല, നിലവിലില്ല. അല്ല, അതിപ്പോ പറയാനുള്ള അവസരമല്ലോ, അത് പിന്നെ പറയാനുള്ള അവസരമല്ല. ഇപ്പൊ അത് പറഞ്ഞിട്ട് 2-3 മാസമായി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നത്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും. അല്ല, ഞാൻ പറഞ്ഞോട്ടെ 2-3 മാസമായി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നത്. രാത്രി 7 മണിക്ക് ശേഷം ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രോളം ഇതുവരെ നമ്മൾ ഈ കാസർഗോഡ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മയക്കോടി സാധനം കൊണ്ട് വെക്കാൻ പറ്റിയിട്ട് ഇല്ലാത്തതുകൊണ്ട് എത്ര മണിക്കൂർ കൊണ്ട് എക്സ്പെർട്ടായ ആൾക്കാരുണ്ട്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, ഇത് കുറെ കാലമായി നമ്മളെക്കാൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഭാഗങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പൊ സാറ് പറഞ്ഞത്, ഇപ്പൊ വയനാട്ടിൽ നിന്ന് ആറളത്തുനിന്നൊക്കെ ആൾക്കാർ വരാനുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വയനാട്ടിൽ വന്നിട്ട് എത്ര സമയമാണ്? അല്ല സാറേ, ഇപ്പൊ സാറേ ഇത് പുലിനെ 2-3 പുലിനെ ഒരേ സമയത്ത് കണ്ട ആൾക്കാരല്ലേ? അപ്പൊ അതിന് ബാക്കിയുള്ളതിനെ പിടിക്കാനുള്ള എന്ത് നടപടി എടുക്കുന്നത്? ആദ്യമായിട്ട് കണ്ടത് 2-3 പുലിയാണ്. ഇപ്പൊ ഒന്നേ കുടുങ്ങിയിട്ടുള്ളൂ. ബാക്കിയിലെ തുടർ നടപടി എങ്ങനെയാണ്? കൂട് വെക്കാനുള്ള പെർമിഷൻ ആക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ 1-2 മാസമായി ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരു ദിവസം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇതിപ്പോ ഒന്നിപ്പോ ഇങ്ങനെ കുടുങ്ങിയതുകൊണ്ടല്ലേ ഇപ്പൊ പിടിക്കാൻ തുടങ്ങി. അല്ല, നിങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ സാധാരണക്കാരന്റെ അവസ്ഥയും മനസ്സിലാക്കണം. 2 മാസമായി ഇവിടെ ഒരു നടപടി എടുത്തില്ല. കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പെട്ടെന്നില്ലേ ഒരു കാറടിക്കലാണ് സാധനമാണ്. സാധാരണ ജനങ്ങളൊന്നും ഉപദ്രവിക്കാറില്ല, അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അസംഷൻ. എനിവേ, എന്നാലും ഇപ്പൊ കുടുങ്ങിപ്പോയി, ഇവരെ പിടിച്ച് മാറ്റാൻ മാർഗമുള്ളൂ. മറ്റ് വേറെ പുലി ഉണ്ടെങ്കിൽ നമ്മളതിന് കൂട് വെക്കാൻ ഓൾറെഡി പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, കമ്മിറ്റി ആക്കിയിട്ടുണ്ട്. കൂട് വെച്ച് പിടിക്കാം. കാരണം നാട്ടിലെ